പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റസൽമീനിയ 42-ൻ്റെ ആദ്യ ദിവസത്തിൻ്റെ റിവ്യൂ ആണ്. റസൽമീനിയ 42-ൻ്റെ ആദ്യ ദിവസം ആരംഭം കുറിക്കുന്നത് ആതിഥേയം വഹിച്ച സൂപ്പർ താരമായ ജോൺ സിന എന്ന് പറയുന്ന വ്യക്തിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ജോൺ സിനെ ആളുകളെ ഈ റസൽമീനിയയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. 6 മാൻ ടാഗ് ടീം മത്സരമാണ് തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ദ വിഷൻ ടീം ഐഷോ സ്പീഡുമായി ടീം ആയി. ദ ഊസോസ്, LA നൈറ്റ് തുടങ്ങിയവർക്കെതിരെ കളിച്ച 6 മാൻ ടാഗ് ടീം മത്സരം 10 മിനിറ്റിന് താഴെ ദൈർഘ്യമുള്ള ഒരു മത്സരമായിരുന്നു ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം. റോ എപ്പിസോഡിലോ മറ്റോ തീർക്കേണ്ട ഒരു 6 മാൻ ടാഗ് ടീം മത്സരം റസൽമീനിയയിലെ ആദ്യ മത്സരമായിട്ട് അവിടെ കൊടുന്നു വെച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഐഷോ സ്പീഡിൻ്റെ റസൽമേനിയ ഡെബ്യൂ മത്സരം എന്നുള്ള നിലയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ആളുകൾ കാണാനുള്ള ഒരു സാധ്യതയായിരിക്കും അവർ കണ്ടിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഐഷോ സ്പീഡിൻ്റെ ഒരു കിടിലൻ ഫ്രോഗ് സ്പ്ലാഷ് ഈ മത്സരശേഷം കാണാൻ സാധിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല, അത് കിട്ടിയിട്ടുമില്ല. മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു സ്റ്റോറി ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറി ഇവർ ഐഷോ സ്പീഡുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. അതിനെ തുടർന്ന് ലോഗൻ പോളിൽ ഓസ്റ്റിൻ തിയറിയുടെ ടീം പരാജയപ്പെടുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. LA നൈറ്റ് ഓസ്റ്റിൻ തിയറിയെ പിൻ ചെയ്തിട്ട് വിജയിക്കുന്നു. അതിനുശേഷം ലോഗൻ പോൾ അദ്ദേഹം ഐഷോ സ്പീഡിനെ പഞ്ച് ചെയ്യുന്നതും ഈ കമൻറ്റേഴ്സ് ടേബിളിൽ ഇട്ടിട്ട് ഒരു ഫ്രോഗ് സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഊസോസും LA നൈറ്റും ലോഗൻ പോളിനെ ആക്രമിച്ച് ഇത് തിരിച്ച് ഐഷോ സ്പീഡിന് ലോഗൻ പോളിനെ ഫ്രോഗ് സ്പ്ലാഷ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി കൊടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇവർ 4 പേരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചിട്ടാണ് റസൽമീനിയ 42-ൻ്റെ ആദ്യ ദിവസത്തിലെ ആദ്യ മത്സരം അവസാനിച്ചത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് അൺസാങ്ഷൻഡ് മാച്ചായിരുന്നു. ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മത്സരം. ഈ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് വലിയൊരു ചോരക്കളിയൊക്കെ കാണാൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ ESPN എന്ന് പറയുന്ന ചാനലിൽ അമേരിക്കയിൽ ടെലികാസ്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം അവർ ചോരയോ മറ്റ് അങ്ങനെ വയലൻസിലേക്ക് അധികമൊന്നും കടക്കാതിരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്, അതുപോലെ തന്നെ വെപ്പൺസായ ടൂൾ ബോക്സ്, അതുപോലെ ചെയർ, ഇതൊക്കെ ഈ മത്സരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതായി കാണാൻ സാധിച്ചു. എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിനൊത്ത് ഈ ഒരു അൺസാങ്ഷൻഡ് മാച്ച് ഉയർന്നിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. ജേക്കബ് ഫാറ്റു ആ ടേബിളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫിനിഷറായ മൂൺസോൾട്ട് ചെയ്ത് പിൻ ചെയ്തിട്ട് ഡ്രൂ മാക്കിൻറ്റയറിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇത് കുഴപ്പമില്ലാത്തൊരു അൺസാങ്ഷൻഡ് മാച്ചായിരുന്നു. പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്ന് പറയുമ്പോഴും കുഴപ്പമില്ല, ഏവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു മാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. മൂന്നാമതായി കാണാൻ സാധിച്ചത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അലക്സ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവരുടെ ടീം ആദ്യം വരുന്നു. ലൈറ, വൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവരുടെ ടീം പിന്നെ വരുന്നു. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീം വരുന്നു. അവസാനത്തെ ടീം ആയിക്കൊണ്ട് ബെല്ല ട്വിൻസ് വരുന്നു. അതിൽ നിക്കി ബെല്ല ക്രച്ചർ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. നിക്കി ബെല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. തനിക്ക് പകരം ബ്രീ ബെല്ലയുടെ കൂടെ തിരികെ വരുന്ന തൻ്റെ ഒരു പഴയ സുഹൃത്തായിരിക്കും പങ്കെടുക്കുക എന്ന് പറയുന്നു. പേജിൻ്റെ ഒരു റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പേജിൻ്റെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ പേജിൻ്റെ ഒരു വരവും കൂടി കണ്ടപ്പോൾ ഏകദേശം റിസൾട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പായി. അത്തരത്തിൽ തന്നെയാണ് റിസൾട്ടും കാണാൻ സാധിച്ചത്. ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവർ പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഇതും ഒരു ആവറേജ് തലത്തിൽ മാത്രം നോക്കി കാണാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു. പേജിന് നല്ലൊരു സപ്പോർട്ട് കാണികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമതായി കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ AJ ലീ മുൻ ചാമ്പ്യനായ ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ ഒരു മത്സരം നിയന്ത്രിക്കാൻ വന്നത് ജെസിക്ക കാർ ആയിരുന്നു. ജെസിക്ക കാറിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ ഈ മത്സരത്തിൽ ജെസിക്ക കാറും ബെക്കി ലഞ്ചും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കാൻ യാതൊരു കൊച്ചുകുട്ടിക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് മത്സരത്തിലും കാണാൻ സാധിച്ചത്. എന്നിട്ടും പിൻഫോളിലൂടെ AJ ലീയെ ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു കാണാൻ സാധിച്ചത്. അങ്ങനെ പുതിയ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാൻ ബെക്കി ലഞ്ചിന് സാധിച്ചിട്ടുണ്ട്. ആ ടേൺ ബക്കിളിലെ പേഡ് എടുത്തു മാറ്റി അങ്ങോട്ടേക്ക് AJ ലീയുടെ മുഖം കൊണ്ടുപോയി അടിക്കുന്നതും പിന്നീട് ആ മാൻ ഹാൻഡ് സ്ലാം ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റും
യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ബെക്കി ലഞ്ച് ഈ വിജയം കരസ്ഥമാക്കുന്നത്. ജെസിക്ക കാറും ബെക്കി ലഞ്ചും തമ്മിലുള്ള ഒരു മത്സരം ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാൻ സാധ്യതയുണ്ട്. ഫിസിക്കലായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ഒരു ഉന്തും തള്ളുമൊക്കെ നമുക്ക് ഇന്ന് റസൽമേനിയയിൽ കാണാൻ സാധിച്ചു. ഇതും ഒരു ആവറേജിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരു മത്സരം മാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിച്ചത് സെത്ത് റോളിൻസ് വേഴ്സസ് ദ റിംഗ് ജനറൽ ഗുന്തർ തമ്മിലുള്ള മത്സരമായിരുന്നു. റസൽമേനിയ 42 ഏറ്റവും മികച്ച മത്സരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു 1-on-1 മത്സരമാണ്. എല്ലാവർക്കും ആ ഒരു അഭിപ്രായമാണെന്ന് വിചാരിക്കുന്നു. ഇതിനു മുൻപ് നടന്ന 4 മത്സരങ്ങളും പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിനൊത്ത് ഉയരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഉണർവ് എന്ന പോലെയാണ് കാണികൾ ഈ ഒരു മത്സരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് റിംഗ് ബെൽ ചെയ്യുന്നതിന് മുൻപേ ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഗുന്തർ ഓടിച്ചെന്ന് ഡ്രോപ്പ് കിക്ക് ചെയ്ത് സെത്തിനെ ആക്രമിക്കുന്നു. പക്ഷേ സെത്തും വിട്ടുകൊടുത്തില്ല. ഇവരുടെ ഫൈറ്റ് സെത്തിൻ്റെ ഒരു തിരിച്ചടിയിലൂടെ അവർ കൊണ്ടുപോകുന്നു. പിന്നീട് രണ്ടുപേരും റിങ്ങിലേക്ക് കയറി മത്സരം ആരംഭിക്കുന്നു. ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം. ഗുന്തർ പവർ ബോംബും മറ്റും ചെയ്ത് സെത്ത് റോളിൻസിനെ ആക്രമിക്കുന്നു. സെത്താണെങ്കിൽ സൂപ്പർ കിക്കും ചോപ്പും ചെയ്ത് ഗുന്തറിനെ തിരിച്ചടിക്കുന്നു. ആ കോർണറിൽ കയറി സുപ്ലക്സ് ചെയ്യുന്നു. ഫാൽക്കൺ ആരോ എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ സൂയിസൈഡ് ഡൈവ് എന്ന് പറയുന്ന മൂവ്സ് ചെയ്യുന്നു. അങ്ങനെ മത്സരം ഗംഭീരമായിട്ട് പോകുന്നു. മത്സരത്തിൻ്റെ ഒരു എൻഡിങ് ഭാഗത്തിലേക്ക് വരുന്നത് 2 തവണ തുടർച്ചയായിട്ട് സെത്ത് റോളിൻസിനെ പവർ ബോംബ് ചെയ്യുന്നുണ്ട് ഗുന്തർ. എന്നാൽ സെത്ത് റോളിൻസ് ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് ഈ കമൻറ്ററി ടേബിളിൽ വെച്ചിട്ട് വലിയൊരു കെർബ് സ്റ്റോംബ് ഗുന്തറിനെ ചെയ്ത് ആക്രമിക്കുന്നതിലൂടെയാണ്. പക്ഷേ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് നടന്നത് ബ്രോൺ ബ്രേക്കറിൻ്റെ റിട്ടേൺ ആയിരുന്നു. ബ്രോൺ ബ്രേക്കർ ഓടി വന്നുകൊണ്ട് സെത്തിനെ സ്പിയർ ചെയ്തു. എന്നാൽ റഫറിയുടെ ശ്രദ്ധ ആ ഒരു സമയം അങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ സ്പിയർ കിട്ടി കിടക്കുന്ന സെത്തിനെ ഇറങ്ങിലേക്ക് ഇട്ടുകൊണ്ട് ഗുന്തറിനെ വിജയിക്കാനുള്ള ഒരു അവസരം ബ്രോൺ ബ്രേക്കർ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ സബ്മിഷനിലൂടെ ഗുന്തറിനെ സെത്ത് റോളിൻസിനെ പാസ് ഔട്ട് ചെയ്യുന്നു. മത്സരത്തിൽ വിജയിക്കുന്നു. ഇതിനുശേഷം ഒരു തവണ കൂടി ആ എൻട്രൻസ് സ്റ്റേജിലൂടെ ഓടി വന്നുകൊണ്ട് സെത്തിനെതിരെ ഒരു സ്പിയർ ചെയ്യാൻ ബ്രോൺ ബ്രേക്കറിന് സാധിച്ചു. എൻട്രൻസ് റാമ്പിൽ സെത്ത് റോളിൻസ് ഇങ്ങനെ സ്പിയർ കിട്ടുന്ന ഒരു സമയത്ത് പോൾ ഹേമനും ബ്രോൺ ബ്രേക്കറും എൻട്രൻസ് സ്റ്റേജിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ അവസാനിച്ചത്. എന്തായാലും ഗുന്തർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു മത്സരം ഗംഭീരമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ ഒരു മത്സരമായി കാണാൻ സാധിച്ചത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേറെ ലിപ് മോർഗനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ലിപ് മോർഗൻ ഒരു സ്പെഷ്യൽ മ്യൂസിക് വീഡിയോയോട് കൂടിയിട്ടുള്ള ഒരു എൻട്രൻസ് കൊടുത്തപ്പോൾ, വലിയ ഡാൻസ് കളിച്ചിട്ടുള്ള എൻട്രൻസ് കൊടുത്തപ്പോൾ ലിപ് മോർഗൻ എന്തായാലും സന്തോഷിച്ചിട്ടായിരിക്കും ഈ ഒരു മത്സരം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ആരാധകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അത്തരത്തിൽ തന്നെയാണ് റിസൾട്ടും കാണാൻ സാധിച്ചത്. റോക്സിനി പെരസ്, റഗിൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഈ മത്സരത്തിൽ പിൻഫോളിലൂടെ തന്നെ ലിപ് മോർഗൻ സ്റ്റെഫനി വെക്കേറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. ഒരു ആവറേജ് തലത്തിൽ മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. നടന്ന വുമൻസ് ഡിവിഷനിലെ 3 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലും പുതിയ ചാമ്പ്യന്മാരെയാണ് റസൽമേനിയ 42 ആദ്യ ദിവസം നമുക്ക് കിട്ടിയത്. ഏഴാമത്തെയും മെയിൻ ഇവൻറ്റുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ആദ്യം പാറ്റ് മക്ഫീയുടെ ഒരു വലിയ ലാഗ് അടുപ്പിച്ച എൻട്രൻസ്, പിറകെ റാൻഡി ഓർട്ടൻ്റെയും ഒരു ലാഗ് അടുപ്പിച്ച എൻട്രൻസ്, പിന്നീട് അമേരിക്കൻ നൈറ്റ്മെയറും ചാമ്പ്യനുമായ കോഡി റോഡ്സിൻ്റെ പഴയ കഥാപാത്രങ്ങളുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെയും കോഡി റോഡ്സിൻ്റെ ലാഗ് അടുപ്പിച്ചിട്ടുള്ള ഒരു എൻട്രൻസ്. ഈ മത്സരത്തേക്കാൾ കൂടുതൽ ലാഗ് അടുപ്പിച്ചിട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ എൻട്രൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ എൻട്രൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത്ര ഗ്രാൻഡ് ആയിട്ടുള്ളൊരു എൻട്രൻസ് അല്ല, അത് ജസ്റ്റ് വെറുതെ സമയം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ചെയ്ത എൻട്രൻസ് എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും അതിലും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇവരൊക്കെ റിങ്ങിലേക്ക് വരുന്നു. പാറ്റ് മക്ഫി റാൻഡി ഓർട്ടന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. കോഡി റോഡ്സിന് റിംഗ് അനൗൺസറും ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ആ ബെൽ റിംഗ് ചെയ്യുന്നതിന് മുൻപ് പാറ്റ് മക്ഫി ആ മൈക്ക് കൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിക്കുന്നു. റാൻഡി ഓർട്ടനും ആക്രമിക്കുന്നു. പക്ഷേ കോഡി റോഡ്സ് തിരിച്ചടിക്കുന്നു. റാൻഡി ഓർട്ടനെ ആ ഒരു കോർണർ പോസ്റ്റിലേക്ക് തള്ളിയിടുന്നു. പാറ്റ് മക്ഫിയെ ആക്രമിച്ച് ആ കമൻറ്റ് ടേബിളിൽ ഇട്ട് ജെല്ലി റോളിൻ്റെ ഒരു അടിക്കുള്ളൊരു സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരു എൽബോ ഡ്രോപ്പ് ജെല്ലി റോള് പാറ്റ് മക്ഫിക്കെതിരെ ചെയ്യുന്നു. പാറ്റ് മക്ഫിയെ ആ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൊമെൻറ്റും കാണിച്ചു. പിന്നീട് കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവരുടെ മത്സരം ആരംഭിക്കുന്നു. വളരെ ലാഗായിട്ടുള്ള, വളരെ ലേസി ആയിട്ടുള്ള ഒരു മാച്ച്. ഓരോ പഞ്ചും ചെയ്തിട്ട് അടുത്ത പഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ അടിയും കഴിഞ്ഞിട്ട് അടുത്ത മൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സെക്കൻഡുകൾ അവർ ഇങ്ങനെ വെറുതെ കളയുകയായിരുന്നു.
പിന്നെ ഈ മത്സരത്തിനിടയിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു സ്റ്റോറി, റാൻഡി ഓർട്ടന് ബാക്ക് പെയിൻ ഉണ്ട്, അത്തരത്തിലുള്ളൊരു സംസാരം ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കമൻറ്റേറ്ററായ മൈക്കിൾ കോൾ പറയുന്നുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ മത്സരം സ്ലോ ആക്കിയതാണ് എന്നുള്ളത് അവർക്ക് മാച്ച് സൈക്കോളജി ആയിട്ട് കാണിക്കാനും സാധിക്കും. അപ്പോൾ മത്സരം ഭയങ്കര സ്ലോ ആയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ മൂവ്സ് എന്ന് പറയുമ്പോൾ ഈ മൂവ്സിൻ്റെ ഒരു സ്പീഡ് കൂടുന്നത് റാൻഡി ഓർട്ടൻ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് കോഡി റോഡ്സിനെ ആക്രമിക്കുന്ന ഒരു ഭാഗത്തിലൂടെയാണ്. അവിടെ നിന്ന് റാൻഡി ഓർട്ടനെ RKO ചെയ്ത് കോഡി റോഡ്സ് ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരവരുടെ മൂവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ത് ഇവർ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ റാൻഡി ഓർട്ടൻ്റെ കണ്ണിലേക്ക് കോഡി റോഡ്സ് കുത്തുന്നുണ്ട്. പക്ഷേ റാൻഡി ഓർട്ടൻ ആ ഒരു സമയത്ത് ആരാണ് പിറകിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാകാതെ റഫറിയായ ചാൾസ് റോബിൻസനെ അദ്ദേഹം RKO ചെയ്യുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്ന കോഡി റോഡ്സിനെ ലോ ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡി ഓർട്ടൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരികെ കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെ ലോ ബ്ലോ ചെയ്യുന്നു. ആ ഒരു സമയത്ത് റാൻഡി ഓർട്ടനെതിരെ ഒരു കട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൻ കട്ടർ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ RKO ചെയ്ത് ആക്രമിക്കുന്നു. അങ്ങോട്ടേക്ക് പാറ്റ് മെക്ഫി റഫറിയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് വരുന്നു. റാൻഡി ഓർട്ടൻ അവിടെ വിജയിച്ചു എന്ന് തോന്നിച്ചു. പക്ഷേ സാധാ റഫറി കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് പാറ്റ് മെക്ഫിയും കൗണ്ട് ചെയ്തത്. അവിടെ റാൻഡി ഓർട്ടന് വിജയിക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തെ കൗണ്ടിന് മുൻപ് കിക്ക് ഔട്ട് ചെയ്യുന്ന കോഡി റോഡ്സിൻ്റെ മൊമെൻ്റാണ് കാണാൻ സാധിച്ചത്. ഇതേ തുടർന്നുള്ള ദേഷ്യത്തിൽ പാറ്റ് മെക്ഫിയെ റാൻഡി ഓർട്ടൻ അത് RKO കൊടുത്ത് ആക്രമിക്കുന്നു. റോഡ്സ് ഇട്ട് പിന്നീട് കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെ അടിക്കുന്നതും ഈ അവസരം മുതലെടുത്തുകൊണ്ട് വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിജയിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ആ ടൈറ്റിൽ ഉപയോഗിച്ച് കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൻ ആക്രമിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാൻ ചെയ്ത പൺ കിക്ക് എന്ന് പറയുന്ന മൂവ് കോഡി റോഡ്സിനെതിരെ റാൻഡി ഓർട്ടൻ അടിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പൺ കിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി റസൽമേനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ മത്സരം കൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പാറ്റ് മെക്ഫി എന്തായാലും റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. റാൻഡി ഓർട്ടൻ, കോഡി റോഡ്സ് തുടങ്ങിയവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോയേക്കും. മറ്റൊന്നും നമുക്ക് ഈ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ച് പറയാനില്ല. അത്രയും കട്ട ബോറായിട്ടുള്ളൊരു ഷോ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ദിവസം എന്താകുമെന്നുള്ളത് നാളെ കണ്ടു തന്നെ അറിയാം. വീഡിയോ സംബന്ധിച്ചും ഇവൻറ്റിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.